നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മെഴുക്കുവരട്ടിയാണ്. ബ്രൊക്കോളി കൊണ്ടുള്ള ഒരു മെഴുക്കുവരട്ടി. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ബ്രൊക്കോളി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കോളിഫ്ലവർ കട്ട് ചെയ്യുന്നത് പോലെയാണ് നമ്മളിത് കട്ട് ചെയ്തിരിക്കുന്നത്. അത് ഉപ്പുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടിട്ട് 2-3 വെള്ളം മാറി സ്ട്രെയിൻ ചെയ്തെടുത്തതാണ്. പിന്നെ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത്, ഒരു 4 വലിയ വെളുത്തുള്ളി അല്ലി അരിഞ്ഞത്, 2 പച്ചമുളക്, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ്, വെളിച്ചെണ്ണ ആവശ്യത്തിന്. നമ്മൾ സ്റ്റൗവിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആദ്യം വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി ഒന്ന് വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചുവന്നുള്ളിയും പച്ചമുളകും ഇടാം. ഇത് പാകത്തിന് മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. എടുത്തു വച്ചിരിക്കുന്ന കുരുമുളക് പൊടിയിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ചേർക്കാം. നമുക്കിനി ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബ്രൊക്കോളിയും കൂടി ചേർക്കാം. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് 5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. നമുക്കിത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിളാണ് ബ്രൊക്കോളി. ഇതിനധികം കുക്കിംഗ് ടൈം ഇല്ല. 5 മിനിറ്റിനകം തന്നെ ഇത് റെഡിയായി കിട്ടും. നമുക്കിതിലേക്ക് ബാക്കി വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയും കൂടെ ഇടാം. നമുക്കിനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതായിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ബ്രൊക്കോളി മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഡയബറ്റിക് പേഷ്യൻസിനും വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉള്ളവർക്കും പറ്റിയ ഒരു വെജിറ്റബിളാണ് ബ്രൊക്കോളി. വൈറ്റമിൻ ഡി ഭക്ഷണത്തിലൂടെ കിട്ടാൻ സഹായിക്കുന്ന ഒരു വെജിറ്റബിൾ കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ഈ ബ്രൊക്കോളി കൊണ്ടുള്ള മെഴുക്കുവരട്ടി ഒന്നുണ്ടാക്കി നോക്കണം.